ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? നന്നായിട്ടൊക്കെ പോകുന്നു? എങ്ങനെയുണ്ട്? സ്കൂളിലൊക്കെ പോയിട്ടൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെയാണോ പോയി വരുന്നത്? മഴയൊക്കെ ആയതുകൊണ്ട്. എന്തിരുന്നാലും ശരി, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അതും ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കും. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കവറാവുകയാണ്, തീരുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് അസെൻഡോസാപ്പ് എന്തുവാണെന്നും, പിന്നെ റൂട്ട് പ്രഷർ, ദെൻ ട്രാൻസ്പിറേഷൻ പുൾ, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ, അതിനകത്ത് തന്നെ സൺലൈറ്റ്, ടെമ്പറേച്ചർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. ഇത് ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ ഏതാ പറയാൻ പോകുന്നത്, അല്ലെ പഠിക്കാൻ പോകുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ദെൻ യൂസസ് ഓഫ് വാട്ടർ ഇൻ ദ പ്ലാന്റ്, എന്നിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ്. ഇത് ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം. In transpiration, water gets evaporated from the plant. The heat required for this process, this evaporation, is obtained from the plant itself, and thus the plant is able to cool itself when it is hot outside. ഈ സെയിം കാര്യം തന്നെ നമ്മൾ യൂസസ് ഓഫ് വാട്ടറിൻ്റെ പ്ലാന്റിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മളത് മറ്റേതിനകത്ത് എളുപ്പം സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, എന്നാലും ഞാൻ പറയോടെ. ട്രാൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം പ്ലാന്റിൽ നിന്നും ഇവാപ്രേഷൻ നടക്കും. വാട്ടർ ഗെറ്റ്സ് ഇവാപ്രേറ്റഡ്, ബാഷ്പീകരണം എന്ന് പറയും ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത് വെള്ളം ബാഷ്പീകരിച്ച് പ്ലാന്റിൽ നിന്നും പോകുമെന്നാണ് പറയുന്നത്. വാട്ടർ ഗെറ്റ്സ് ഇവാപ്രേറ്റഡ് ഫ്രം ദ പ്ലാന്റ്. ഇതിന് നമുക്ക് ഹീറ്റ് കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ എന്താണ്, ഇവാപ്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് വേണം. ഈ ഹീറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഹീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ അടിയിൽ താഴെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നല്ല കൂളിംഗ് ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ വീട്ടിനകത്ത് ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ ഉണ്ടല്ലോ. ഇൻഡോർ പ്ലാന്റ്സ് അറിയാമല്ലോ എല്ലാവർക്കും, വെളിയിൽ നിൽക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് അകത്ത് നിൽക്കുന്നത്. ഔട്ട്ഡോർ പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്തുള്ളവയാണ്. അപ്പം ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമുക്ക് പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേനും നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യും. എന്താ അതിൻ്റെ കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, ഈ കൂളിംഗ് ഇഫക്റ്റിനകത്ത് പറഞ്ഞത്. ഇപ്പോൾ പുറത്തുള്ള വലിയ വലിയ മരങ്ങളുടെ താഴെയൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോഴും നമുക്ക് ഈ കുളിർമ കിട്ടും. മറ്റുള്ളിടത്തെല്ലാം നല്ല വെയിലാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ താഴെ നിൽക്കുമ്പോൾ നല്ല തണലും നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടത്തില്ലേ. അതിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. Transpiration helps in maintaining the concentration of the sap inside the plant body. അപ്പോൾ ട്രാൻസ്പിറേഷൻ വഴി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്ലാന്റ്സിനകത്ത്. എന്താണ് ഹെൽപ്പ് ചെയ്യും ട്രാൻസ്പിറേഷൻ? എന്തിനു വേണ്ടിയാണ്? ടു മെയിൻറ്റെയിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സാപ്പ് ഇൻസൈഡ് ദ പ്ലാന്റ് ബോഡി. റൂട്ട്സ് എപ്പോഴും ഈ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ റൂട്ട് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പം എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഈ പ്ലാന്റ്സ് സ്വന്തമായിട്ട് തന്നെ പുറത്ത് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൂളിംഗ് ഇഫക്റ്റും കിട്ടുന്നത്. നമുക്ക് പ്ലാന്റ്സിൻ്റെ താഴെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ നമുക്കൊരു കൂളിംഗ് ഇഫക്റ്റാണ് നമുക്ക് റൂമിലാണെങ്കിലും കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, സ്വന്തമായിട്ട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട്, എക്സസ് ആയിട്ടുള്ള വാട്ടർ. ഇനി യൂസസ് ഓഫ് വാട്ടർ ഇൻ ദ പ്ലാന്റ്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂസസ് ഓഫ് വാട്ടർ ഇൻ ദ പ്ലാന്റ്, എന്തിനു വേണ്ടിയൊക്കെയാണ് ഈ വാട്ടർ പ്ലാന്റ്സിന് എന്തിനു വേണ്ടിയൊക്കെയാണ്? ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കൂളിംഗ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ദ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്ലാന്റ്സ് ഇൻ 3 മെയിൻ വേസ്. ഫോർ 1 ട്രാൻസ്പോർട്ടേഷൻ, 2 ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ദ 3 കൂളിംഗ്. ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷനിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ the water in the plant body, both in xylem and phloem, transport substances in a solution form from one pot to another. നമുക്ക് അതിനകത്ത് മനസ്സിലാവും നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് വാസ്കുലർ ബണ്ടിൽസായ സൈലം ആൻഡ് ഫ്ലോയം. അപ്പം അതിനെ രണ്ടിനെ കുറിച്ചാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷനിൽ പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് എല്ലാ ഭാഗങ്ങളും റൂട്ട് മുതൽ സ്റ്റെമ്മിലും ഉള്ള എല്ലാ ലീവ്സിലും എല്ലാത്തിലും എന്താണ്, സൈലോത്തിലും ഫ്ലോയത്തിലും കൂടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ വാട്ടർ എന്തായാലും വേണമെന്നാണ് പറയുന്നത്. എന്തിനാ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ, പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എപ്പോഴും ജലം വേണം, അല്ലെങ്കിൽ വാട്ടർ വേണം, എന്തായാലും വേണം. Water is required for photosynthesis. It combines with carbon dioxide from the air in the presence of sunlight and chlorophyll to produce glucose and oxygen. Then മൂന്നാമത്തത് കൂളിംഗ്. കൂളിംഗ് എന്താണെന്ന് നേരത്തെ നമ്മൾ കൂളിംഗ് ഇഫക്റ്റിനകത്ത് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? The heat utilized when water is transferred from the surface of leaves in the form of water vapor induces a cooling effect. You must have experienced that standing under a tree during hot summer midday gives you a cooling effect. This cooling is not entirely due to shade, but also due to the loss of water from the surface of leaves by evaporation. Since evaporation produces coolness, it makes the air cool. The cool air, being heavier, tends to settle down and makes the surroundings pleasant. അപ്പം വലിയ മരങ്ങളുടെ താഴെ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നല്ല തണുപ്പ് കിട്ടുമെന്ന്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഷെയ്ഡ് കൊണ്ട് മാത്രമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഡ്യൂ ടു ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ സർഫസ് ഓഫ് ലീവ്സ് ബൈ ഇവാപ്പറേഷൻ വഴി നഷ്ടപ്പെടുന്ന ആ വാട്ടർ മോളിക്യൂൾസ് കൊണ്ടാണ് നമുക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ്, നല്ല പ്ലസൻറ്റ് ഇഫക്റ്റ്, അല്ലെങ്കിൽ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടുന്നത്. ഇനി നമ്മുടെ ആക്ടിവിറ്റി 3, 4, 5 ഒക്കെ എളുപ്പമാണ്, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ജസ്റ്റ് ഈ ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ് കഴിയുമ്പം നമുക്ക് സമയം പോലെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ന്യൂട്രിയൻറ്റ് എലമെൻറ്റ്സ്, അതായത് മിനറൽസ് are essential for the plants to grow well and complete their life cycle properly. എന്തായാലും നമുക്കറിയാം ന്യൂട്രിയൻസ് വേണം ഈ പ്ലാന്റ്സിന് നല്ലോണം ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലൈഫ് സൈക്കിൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല പ്രോപ്പർലി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ തലത്തിലുള്ള ന്യൂട്രിയൻസ് ആണ്, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The nutrient elements are divided into 2 broad categories. Macronutrients. Macro means നമുക്കറിയാം വലിയതെന്നുള്ള ലാർജ്, required in larger concentrations. And micronutrients. Micro means small, ചെറുത്, required in very small amounts. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവുക എന്താണെന്നുള്ളത്. All of the nutrient elements are obtained from the soil. ഈ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് ഈ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? സോയിലിലൂടെയാണ് കിട്ടുന്നത്. മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ടല്ലോ, രണ്ടും വേർതിരിച്ച് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും എന്താണ് അതിൻ്റെ റോൾ, പ്ലാന്റിനുള്ള റോൾ എന്തൊക്കെയാണ് ഈ ന്യൂട്രിയൻസിനെ കൊണ്ട്. പിന്നെ അതിൻ്റെ മേജർ ഡെഫിഷ്യൻസി സിംറ്റംസും എല്ലാം തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. Some of the macro and micronutrients, their occurrence in the plants and their deficiency symptoms. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് മാക്രോ ന്യൂട്രിയൻസിനകത്ത് നൈട്രജൻ്റെ റോൾ എന്താണെന്ന് പറയാം. മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഓൾ പ്രോട്ടീൻസ്. മേജർ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്താണ്? യെല്ലോയിങ് ഓഫ് ലീവ്സ്, റിംഗ്ലിംഗ് ഓഫ് cereal grains. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം 3 മാക്രോ ന്യൂട്രിയൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഫോസ്ഫറസ്, അതിൻ്റെ റോൾ എന്താണ് പ്ലാന്റിൽ? അതിൻ്റെ റോൾ എന്താണെന്ന് നോക്ക്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് സെർട്ടൈൻ പ്രോട്ടീൻസ്. Then major deficiency symptoms എന്താണ്? purple and red spots on leaves, delay in seed germination. Then third one macronutrients ഏതാണ്? potassium, more abundant in growing tissues, involved in the opening and closing of stomata. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞതിനകത്ത് തന്നെ കുറച്ചും കൂടെ പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ മേജർ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്താണ്? പുവർ ഗ്രോത്ത് വിത്ത് റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. അപ്പം ഇതിൻ്റെയൊക്കെ ഓരോ നമ്മുടെ ചെടികളുടെ പ്ലാന്റ്സിൻ്റെ മേജർ ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ് ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞത്. ഈ നൈട്രജൻ കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോസ്ഫറസ് കുറഞ്ഞാൽ, അല്ലെങ്കിൽ പൊട്ടാഷ്യം കുറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇതിൻ്റെയൊക്കെ റോളുമാണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, ഇനി മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഇനി മൈക്രോ ന്യൂട്രിയൻസിനകത്ത് 3 എണ്ണമാണ് പറയുന്നത്. അയൺ, മാംഗനീസ് ആൻഡ് സിങ്ക്. അയണിൻ്റെ റോൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് സം പ്രോട്ടീൻസ്. പിന്നെ അപ്പോൾ അതിൻ്റെ മേജർ ഇത് പ്രോട്ടീൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യെല്ലോയിങ് ഓഫ് ലീവ്സ്. മാംഗനീസ് അതിൻ്റെ എന്താണ് റോളെന്ന് പറയുന്നത് പ്ലാന്റിൽ? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് സം എൻസൈംസ്.
അപ്പം മാംഗനീസിൻ്റെ അഭാവം മൂലം എന്താണ് ലീവ്സിലുണ്ടാകുന്ന യെല്ലോയിങ് ഓഫ് ലീവ്സും കാണും വിത്ത് ഗ്രേ സ്പോട്ട്സും കൂടെ കാണും. ഓക്കെ, ലീവ്സിൽ ഗ്രേ സ്പോട്ട്സ് കാണും. പിന്നെ സിങ്കിൻ്റെ എന്താണ് റോള്? പ്ലാന്റിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് പ്ലാന്റ് ഹോർമോൺസ്, ആക്ടിവേറ്റ് എൻസൈംസ്. ദെൻ അതിൻ്റെ മേജർ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്താണ്? ഡീഷെയ്ഡ് ലീവ്സ്, യെല്ലോയിങ് ഓഫ് ലീവ്സ്, സ്റ്റണ്ടഡ് പ്ലാന്റ് ഗ്രോത്ത്. ഓക്കെ, അപ്പം മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്തായാലും നമ്മുടെ ഈ വലിയൊരു പാഠഭാഗം അങ്ങ് തീർന്നു. ഓക്കെ, ഇനി 3 ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്നേ. ജസ്റ്റ് നമുക്കൊന്ന് നോക്കിപ്പോവാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഒരു വട്ടം ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. നമ്മൾ ഈ മൊത്തം പാഠം പഠിച്ചതിൽ വെച്ച് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് തന്നെ. അപ്പോൾ നമുക്കറിയാമല്ലോ. ടു ഡെമോൺസ്ട്രേറ്റ് ട്രാൻസ്പിറേഷൻ എന്നും പറഞ്ഞ് ട്രാൻസ്പിറേഷൻ നടക്കുന്നതിൻ്റെ ഒരു ആക്ടിവിറ്റി ഫസ്റ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ടേക്ക് എ സ്മോൾ sized well-watered potted plants, cover the plant with a transparent polythene bag and tie its mouth around the base of the pot. Leave the plant in sunlight and note the change after a few hours. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇതൊക്കെ വായിക്കുമ്പോൾ എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. You will see drops of water on the inside surface of the bag which have appeared due to the condensation of water vapor given out by the plant. The experiment gives better results when it is hot and sunny outside. നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് ഈ എക്സ്പെരിമെൻറ്റ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി പറയുന്നത്. ഓക്കെ, അത് തന്നെ എക്സ്പെരിമെൻറ്റ് ഓർ ആക്ടിവിറ്റി. സെക്കൻഡ് എന്ന് പറയുന്നത് അടുത്ത എക്സ്പെരിമെൻ്റ് എന്താണ്? ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ പ്ലാന്റ്സ് ലോസ് വാട്ടർ ത്രൂ ലീവ്സ്. ലീവ്സിലൂടെ വാട്ടർ എങ്ങനെ ലോസ് ആവുന്നു പ്ലാന്റ്സിന് എന്നാണ് നമ്മൾ ആ ആക്ടിവിറ്റി 4-നകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ടേക്ക് 1 small sized well watered potted plant having a few branches പറയുന്നോളെ. Place a polythene bag over its one branch as shown and tie it with a rubber band. ഒരെണ്ണത്തെ മാത്രം റബ്ബർ ബാൻഡ് കൊണ്ട് ടൈ ചെയ്യാൻ പറയുന്നുണ്ട്. റിമൂവ് all the leaves from another branch of the same plant. ആ ഫിഗറിനകത്ത് നോക്കണം എയും ബിയും ഒക്കെ എങ്ങനെയാണെന്ന്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. Cover the stew with a polythene bag and tie it with a rubber band. Place the plant in sunlight and observe it for after 4 to 6 hours. You will notice that drops have appeared on the inner surface of the polythene bag over the branch A, while no water drop appears on the branch B. ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ലേ വായിച്ചാൽ തന്നെ. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താ കിട്ടുന്നത്? ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോസ്റ്റ് വാട്ടർ ഗെറ്റ്സ് ഇവാപ്പറേറ്റഡ് ഫ്രം ദ പ്ലാന്റ് ത്രൂ ഇറ്റ്സ് ലീവ്സ്. ഇതിൻ്റെ എന്താണ് കൺക്ലൂഷൻ പറഞ്ഞത്? ഈ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ നമുക്ക് എന്താ മനസ്സിലായും? മോസ്റ്റ് വാട്ടർ ഗെറ്റ്സ് ഇവാപ്പറേറ്റഡ് എങ്ങനെയാണ്? ഫ്രം ദ പ്ലാന്റ് ത്രൂ ദി ലീവ്സിലൂടെയാണ് ഒരുപാട് ഇവാപ്പറേഷൻ നടന്നത്, വാട്ടർ ഇവാപ്പറേഷൻ നടന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ്? ടു സ്റ്റഡി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. അത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്? സൺലൈറ്റ്, ടെമ്പറേച്ചർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി, 4 കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റിയും കൂടെ നോക്കിപ്പോവാം. ടേക്സ് 2 small potted plants of same type having equal number of leaves. ഒരു ഈക്വൽ നമ്പർ ഓഫ് ലീവ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ലീവ് 1 plant undisturbed. In another plant apply Vaseline on either surface of all leaves. അപ്പം ഒരെണ്ണത്തിനൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, മറ്റേതിനകത്ത് വാസലിൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുക. either surface of all leaves. ഓക്കെ, ലീവ് ബോത്ത് ദ പ്ലാന്റ്സ് അറ്റ് സെയിം പ്ലേസ് ഇൻ സൺലൈറ്റ്. പക്ഷേ രണ്ടിനെയും സൺലൈറ്റിൻ്റെ താഴെ തന്നെ വെക്കുക. ഒബ്സർവ് ആൻഡ് കമ്പയർ ദ പ്ലാന്റ്സ് ആഫ്റ്റർ 4 to 5 hours ആൻഡ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ്. 4 മുതൽ 5 മണിക്കൂർ. മറ്റേ സെയിം എക്സ്പെരിമെൻറ്റ്സിൽ പറയുന്ന പോലെ ആസ് അങ്ങനെ 1 അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. സെയിം പോലെ തന്നെ ഇതും നമ്മൾ നോക്കാൻ പറയുക. സൺലൈറ്റിൽ വെച്ചതിന് ശേഷം നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കുന്നു, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് അതിൻ്റെ റിസൾട്ട് എന്ന് കിട്ടും. Plant with Vaseline applied on its leaves appeared wilting because transpiration, which is necessary for gaseous exchange and water transport in the plant, could not take place. അപ്പോൾ മനസ്സിലാവില്ല ഇപ്പോൾ എന്തുവാന്ന് ഇപ്പോൾ ഈ നടന്ന കാര്യം. അപ്പം റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ഈ ലെസൺ കംപ്ലീറ്റായി. എല്ലാവരും ഈ ലെസൺ കറക്റ്റായിട്ട് വായിക്കണം, നല്ലതുപോലെ വായിക്കണം. പിന്നെ കുറച്ച് ടേംസൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ ഓരോ ക്ലാസ്സിലും ഉണ്ട്, അതെല്ലാം എല്ലാവരും നല്ലതുപോലെ നോക്കണം. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻസ് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിനെക്കുറിച്ചും എന്ത് വേണമെങ്കിലും കമൻസ് നിങ്ങൾക്ക് ഇടാം. അപ്പം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇച്ചിരി ഒന്ന് ലാഗായിപ്പോയായിരുന്നു, ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, സോറി. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.